തൃശ്ശൂരിൽ നിന്ന് ഒരു വാർത്ത വരുന്നു. 16 വയസ്സുകാരനെ സഹപാഠികൾ സംഘം ചേർന്ന് മർദ്ദിച്ചിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് മർദ്ദനം. 16-കാരനെ ഗുരുതര പരിക്കുകളോടെ തൃശ്ശൂർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാരമുക്ക് SNG സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മർദ്ദിച്ചത്. അധ്യാപകർ നോക്കി നിൽക്കെയാണ് മർദ്ദനമെന്ന് പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ പിതാവ് പറയുന്നു. അന്ന് എനിക്ക് ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ ഒരു മോനെ ഇങ്ങനെ ഒരു തല്ലുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നതാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് ആകെ കണ്ണിൻ്റെ ഇവിടേക്കും പാടും, ഇവിടെ വീർത്തിട്ടും മേലേക്ക് ആകെ ഇതുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർമാർ പറഞ്ഞു അവനെ കണ്ടമാനം അവനെ ദ്രോഹിച്ചിട്ടുണ്ട്. അവർ അടിച്ച ആൾക്കാർ 10-25 പിള്ളേരുണ്ടായിരുന്നു. അവർ ഈ ഒറ്റയ്ക്കായിരുന്നു ഇവൻ്റെ കൂടെ വരണ്ട. അപ്പോൾ ടീച്ചർമാർ 10 ടീച്ചർമാർ കൂടി ഉണ്ടായിരുന്നു. അവർ പരമാവധി അവരെ മാറ്റാൻ നോക്കി. ടീച്ചർമാർക്കും കൈയും ഇതൊക്കെ എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവനെ എല്ലാ കുട്ടികൾ ഓരോരുത്തരെ മാറ്റുമ്പോൾ ഇവൻ ലാസ്റ്റ് പെട്ടു. അതിൻ്റെ അവസാനം ഇവനായിരുന്നു. ഇവനെയും നോക്കാൻ അവർ പരമാവധി ശ്രമിച്ചു. ഇപ്പോൾ ആ നേരം കൊണ്ട് ഇവർ വന്നിട്ട് ഇവനെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അവർ മുൻകൂട്ടി അതിൽ വേറെ മോശമായിട്ട് കാര്യങ്ങളായിട്ട് ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ അതിലും കേൾക്കുന്നത് ഇതിങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഈ തല്ലിയ പിള്ളേരോട് ചോദിച്ചു, എൻ്റെ മോനാണോ നിങ്ങളെ തെറി വിളിച്ചേക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ആ സ്പോട്ടിൽ എന്നോട് പറഞ്ഞത് അവനല്ല എന്നാണ് പറഞ്ഞത്. ജെയ്സൺ ജാമോളപ്പിലാണ് ചേരുന്നത്. ജെയ്സൺ, ഇന്നിപ്പോൾ നമ്മൾ പലയിടങ്ങളിൽ നിന്നായി വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ചിരിക്കാത്തതിനും ചേട്ടാ എന്ന് വിളിക്കാത്തതിനും അങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള മർദ്ദനത്തിന്റെ വാർത്തകൾ വരികയാണ്. ഇപ്പോൾ ഇതാ തൃശ്ശൂരിൽ നിന്ന് വരുന്നത് ഒരു ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിലെ പോസ്റ്റിനെ ചൊല്ലിയുള്ള തർക്കമാണ് വലിയ അക്രമത്തിലെത്തിയത്, അല്ലേ? തീർച്ചയായും വിനീത, ഇന്നലെ ഉച്ചയോടുകൂടിയായിരുന്നു ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. കാരാമുക്കിലെ സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ തല്ലുകയായിരുന്നു. തമ്മിൽ തല്ലുക എന്ന് പറഞ്ഞാൽ 10-22 വിദ്യാർത്ഥികൾ കൂടി ഒരു കുട്ടിയെ തല്ലി ചതച്ചു എന്നാണ് ഇപ്പോൾ FIRൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. 16 വയസ്സുകാരനാണ് ക്രൂരമായ മർദ്ദനമേൽക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് FIRലുള്ളത്. 3 പേരുകൾ FIRൽ ഉണ്ട് കുട്ടികളുടെ. ബാക്കിയുള്ളവരുടെ പേരുകൾ ലഭ്യമല്ല എന്നാണ് FIRൽ വ്യക്തമാക്കുന്നത്. ഗുരുതരമായ മുറിവേറ്റ് തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ്. ഈ കുട്ടിയുടെ പിതാവ്, അതായത് ഈ ജെയ്സൺ എന്ന പിതാവ് പറയുന്ന പ്രകാരമാണെങ്കിൽ ഇന്നലെ ICUവിലായിരുന്നു. ഇന്നാണ് ICUവിൽ നിന്ന് റൂമിലേക്ക് മാറ്റിയിരിക്കുന്നത്. തലയോട്ടിയിൽ പൊട്ടലുണ്ട്, രക്തസ്രാവം ഉണ്ട്, അടക്കമുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ മകനുണ്ടെന്ന് കൂടി പിതാവ് പറഞ്ഞു വെക്കുന്നു. പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR ഇട്ടുണ്ട്. പക്ഷേ ഈ കുട്ടികളായ പ്രതികളെ ആരെയും പോലീസ് ഇതുവരെ പിടികൂടിയിട്ടില്ല. അന്വേഷണം നടക്കുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. വിനീത, ശരി, ജെയ്സൺ ആണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ.